ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന വാക്യം ജെരമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദാ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കു അനുസരിപ്പാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആ മനസ്സാണ് നമ്മൾ കാണേണ്ടത്. ദൈവത്തിൻ്റെ മനസ്സ്. പ്രൈസ് ലോർഡ്. ദൈവം ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്നുള്ളത് അവർ ദൈവത്തോട് പറ്റിയിരിക്കണമെന്ന്. പ്രൈസ് ലോർഡ്. അത് ഇരമ്യാവിനെ ഒരു പാഠത്തിലൂടെ ഒരു സ്തോത്രം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇരമ്യാവിനോട് പറയുന്നു, നീ ഒരു കച്ച വാങ്ങുക, അത് നിൻ്റെ അരയിൽ കെട്ടുക, അതിനുശേഷം നീ അത് കൊണ്ടുപോയി ഒരു പാറയുടെ വിള്ളലിൽ കൊണ്ടുവെക്കുക. കുറച്ച് ദിവസത്തിന് ശേഷം പറയുന്നു, നീ പോയി നോക്കുക, ആ കച്ച കേടായിരിക്കുന്നത് കാണും. ഇതുപോലെ ഇസ്രായേൽ ജനം എൻ്റെ അരയിൽ പറ്റിയിരുന്നപ്പോൾ ഹല്ലേലൂയ അവർ കീർത്തിയായിരുന്നു, പ്രശംസയായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവർ അലങ്കാരമായിരുന്നു. എന്നാൽ പ്രൈസ് ലോർഡ്, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അവർ കീർത്തിയാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവർ അലങ്കാരമായി നിൽക്കണമെന്ന എൻ്റെ ആഗ്രഹം. സ്തോത്രം. ഹല്ലേലൂയ. അവർ പ്രശംസയാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പ്രൈസ് ലോർഡ്. എന്നാൽ അവർക്ക് മനസ്സായില്ല. എന്ന് വെച്ചാൽ അവർ ആ അരയിൽ പറ്റിയിരിക്കുവാനല്ല അവരാഗ്രഹിച്ചത്. പ്രൈസ് ലോർഡ്. പകരം അവർ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ സംഭവിക്കുന്നത് ഹല്ലേലൂയ ആ അരക്കച്ച കേടായി പോയതുപോലെ പ്രൈസ് ലോർഡ് അലങ്കാരമാകേണ്ടത്, പ്രശംസയാകേണ്ടത്, കീർത്തിയാകേണ്ടത് എന്തായി മാറുകയാണെന്നറിയാമോ? ഹല്ലേലൂയ അപമാനവും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഒന്നിനും കൊള്ളാത്തതായി മാറും എന്ന് ഇസ്രായേൽ ഒരു തിരിച്ചറിവിനായിട്ട് ഈ അരക്കച്ച ഹല്ലേലൂയയുടെ യഹോവയായ ദൈവം ഇരമ്യാവിനെ ഹല്ലേലൂയ പഠിപ്പിക്കുക. ഇന്ന് പകൽക്കാലം സ്തോത്രം വളരെ വേഗം ചില ചിന്തകൾ ഹല്ലേലൂയ ഇതിലൂടെ പറവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നു. സ്തോത്രം. നോക്കണം, ഇരമ്യാവിൻ്റെ പുസ്തകം ഇവിടെ മാത്രമല്ല, 33-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും നമ്മൾ ഈ ദൈവം ഇസ്രായേലിനെ കുറിച്ച് യഹൂദയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹം പറയുന്നുണ്ട്. സ്തോത്രം. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെക്കുറിച്ച് കേൾക്കുന്ന സകല ഭൂജാതികളുടെ മുമ്പാകെ അതെനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വവുമായിരിക്കും. നോക്കണം, ദൈവം ദൈവജനത്തിന് ചെയ്യുന്ന നന്മ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവത്തിനൊരു ആനന്ദനാമവും ഹല്ലേലൂയ ഒരു പ്രശംസയും മഹത്വവുമായിരിക്കും. അപ്പോൾ ഈ ജനം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അവർ ഹല്ലേലൂയ സ്തോത്രം മഹത്വപ്പെടുമ്പോൾ, അവർ ഉയർച്ചപ്പെടുമ്പോൾ, അവർ പ്രശംസിക്കപ്പെടുമ്പോൾ സ്തോത്രം അതുപോലെ തന്നെ സ്തോത്രം ഹല്ലേലൂയ യഹോവയായ ദൈവത്തിന് അതൊരു മഹത്വമായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം സ്തോത്രം ദൈവത്തിൻ്റെ മനസ്സ് എന്നുള്ളത് തൻ്റെ ജനത്തോടു കൂടെ എപ്പോഴും അവരാനന്ദമുള്ളവരും സന്തോഷമുള്ളവരും കീർത്തിയുള്ളവരും പ്രശംസയുള്ളവരും ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ സ്തോത്രം ഉന്നത നിലവാരത്തിൽ അവർ ആയിരിക്കണം എന്ന് തന്നെ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ മനസ്സാണ് ഇവിടെ സ്തോത്രം ഇരമ്യാവിനോട് പറയുന്നത്. സ്തോത്രം. പക്ഷെ ഒരു വ്യവസ്ഥ, ഹല്ലേലൂയ ആ കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഈ ജനം യഹോവയായ ദൈവത്തോട് പറ്റിയിരിക്കുന്നെങ്കിൽ മാത്രമേ ഇതവർക്ക് ലഭിക്കുകയുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം രൂത്തിന്റെ പുസ്തകത്തിൽ വായിക്കാനിടയായി തീരുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന കാലത്ത് സ്തോത്രം അവിടെ എലീമേലേക്കും ഹല്ലേലൂയ നവോമി എന്ന് പറയുന്ന സ്തോത്രം ഒരു സ്ത്രീ, ഒരു കുടുംബം, ആ കുടുംബം സ്തോത്രം ആ ബെത്ലഹേമിൽ ഒരു ക്ഷാമം വന്നു. സ്തോത്രം. ആ ക്ഷാമം വരുമ്പോൾ അവർ ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ബേത്ലഹേമിൽ നിന്ന് സ്തോത്രം മോവാബിലേക്ക് ഇറങ്ങിപ്പോകുന്നു. സ്തോത്രം. നമുക്കറിയാം സ്തോത്രം ബേത്ലഹേമിൽ ക്ഷാമം വരുമ്പോൾ സ്തോത്രം
അവിടെ നിന്ന് സ്തോത്രം മോവാബിലേക്ക് ഇറങ്ങിപ്പോയ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രമാണ് നമ്മൾ രൂത്തിന്റെ പുസ്തകം ആഗോളം പഠിക്കുന്നത്. സ്തോത്രം. ആ 1-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് സ്തോത്രം, ഈ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പോയ ആ കുടുംബം, ഹല്ലേലൂയ സ്തോത്രം, ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ സ്തോത്രം, എലീമേലെക്കും 2 ആൺതലമുറയും മോവാബ് ദേശത്ത് ക്ഷാമം ഇല്ലാതിരുന്നിട്ട് പോലും നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ലോർഡ്. അപ്പോൾ നോക്കണം, ബേത്ലഹേമിൽ നിന്ന് എല്ലാ ആളുകളൊന്നും ആ മോവാബിലേക്ക് പോയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ പോയ ഒരു കുടുംബത്തെ പ്രത്യേകിച്ചു പറയുകയാണ്, എടുത്തു പറയുക. സ്തോത്രം. ബേത്ലഹേം എന്നത് അപ്പത്തിന്റെ ഭവനമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവികമായ അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്, ദൈവം കൊടുത്ത വാഗ്ദത്തത്തിന്റെ ഇടമാണ്. സ്തോത്രം. എന്നാൽ സ്തോത്രം, അത് വിട്ടുപോയ ആ കുടുംബം കഷ്ടത്തിലും നിന്ദയിലും അപമാനത്തിലും, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, മോവാബിൽ ഹല്ലേലൂയ പാർക്കേണ്ടി വന്നു. എന്നാൽ സ്തോത്രം, പിന്നീട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, മോവാബിൽ വച്ച് സ്തോത്രം, ഹല്ലേലൂയ, നവോമി ഒരു കാലിൽ കേട്ടത് ഇങ്ങനെയാണ്. സ്തോത്രം, യഹോവയായ ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ചു, അവിടെ ആഹാരം കൊടുത്തു എന്ന് നവോമി കേട്ടപ്പോൾ അവൾ തൻ്റെ മരുമക്കളുമായി തിരിച്ച് ഹല്ലേലൂയ ബേത്ലഹേമിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. നോക്കിക്കേ, പ്രൈസ് ലോർഡ്. ക്ഷാമം ബേത്ലഹേമിൽ വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദൈവം ആ ദേശത്തെ സന്ദർശിച്ച് ആഹാരവും കൊടുത്തു. അപ്പൊ ക്ഷാമത്തിൻ്റെയും ആഹാരം കൊടുക്കുന്നതിൻ്റെയും ഇടയിൽ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ നിൽക്കാതെ അത് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുടുംബം. പക്ഷെ അത് രക്ഷപ്പെടലല്ലായിരുന്നു, പകരം അവരുടെ ജീവിതത്തിൽ എന്നും ദുഃഖമായി തീരുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയ, ഹല്ലേലൂയ സ്തോത്രം, ഒരു ചരിത്രമായി ആ കുടുംബത്തിൽ ഹല്ലേലൂയ അവശേഷിച്ചു എന്നതാണ് ഇന്ന് പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ സന്ദേശമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. നോക്കണം, ദൈവത്തോട് ചേർന്നിരിക്കേണ്ടവർ, ഹല്ലേലൂയ സ്തോത്രം, ഒരു ക്ഷാമം വന്നപ്പോൾ സ്തോത്രം ബേത്ലഹേം വിടുന്നു. അവർ പ്രൈസ് ലോർഡ് മോവാബിലേക്ക് പോകുവാനിടയായിത്തീരുന്നു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയിൽ സ്തോത്രം, ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. സ്തോത്രം. ഇളയ പുത്രൻ തൻ്റെ വസ്തുവകകൾ ഹല്ലേലൂയ തൻ്റെ അവകാശം അപ്പനിൽ നിന്ന് വാങ്ങിച്ചു ദൂരദേശത്തേക്ക് പോയി. അപ്പൻ്റെ ഭവനം വിട്ടുപോകുന്ന ഇളയ പുത്രൻ, നമുക്കറിയാം സ്തോത്രം, നമ്മളവനെ മുടിയനായ പുത്രൻ എന്നൊക്കെ വിളിക്കും. സ്തോത്രം. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, അവൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ തീർന്നു. പക്ഷേ അവൻ ആ പന്നിക്ക് കൊടുക്കുന്ന വാളവിര പോലും കിട്ടാതെ, കഴിക്കാൻ കിട്ടാതെ, വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ ഹല്ലേലൂയ ആഹാരം ഭക്ഷിച്ചിട്ട് ബാക്കി വെക്കുന്നു, ഞാനോ ആഹാരത്തിനു വേണ്ടി വലയുകയാണ്. പ്രൈസ് ലോർഡ്. അവൻ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തു. സ്തോത്രം. മടങ്ങി അപ്പൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. നോക്കണം സ്തോത്രം, ഹല്ലേലൂയ, അപ്പൻ്റെ ഭവനം വിട്ടുപോയ ആ ഇളയ പുത്രൻ, അപ്പൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ സുഭിക്ഷമായ ഭക്ഷണമുണ്ട്. അപ്പൻ്റെ ആ ഹല്ലേലൂയ സ്തോത്രം ഭവനത്തിൻ്റെ അകത്ത് കിട്ടിയ സമാധാനവും സന്തോഷവും സൗഖ്യവും ഒക്കെ അപ്പൻ്റെ ഭവനം വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലാകുവാനിടയായി തീർന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ഹല്ലേലൂയ ശേഷം യേശുവിനെ അടക്കി അതിനുശേഷം യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെ കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവർ പോകുന്ന വഴിയാത്രയിൽ തമ്മിൽ തർക്കിച്ചും വാദിച്ചും കൊണ്ടുപോയി. സ്തോത്രം. അവർ എമ്മോസിലേക്കാണ് പോകുന്നത്, യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക്. ഹല്ലേലൂയ സ്തോത്രം. യെരൂശലേം നല്ല ഹല്ലേലൂയ യഹോവയായ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. സ്തോത്രം. നോക്കണവർ എമ്മോസിലേക്ക് യാത്ര പോകുമ്പോൾ തമ്മിൽ തർക്കിക്കുന്നു, വാദിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഐക്യതയില്ല, ഒരു സന്തോഷമില്ല. അവരുടെ മുഖത്തൊക്കെ നിരാശയും വേദനയും ഭാരവുമൊക്കെയാണുള്ളത്. എന്നാൽ സ്തോത്രം, ദൈവത്തിൻ്റെ ഇടപെടൽ മധ്യവഴിയിൽ വെച്ചുണ്ടാകുകയും അവർ മടങ്ങി യെരൂശലേമിലേക്ക് വരുവാനും ഇടയായിത്തു. നോക്കണം, യെരൂശലേം വിട്ടുപോകുന്ന യെരൂശലേമിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വിട്ടുപോകുന്ന ഈ ശിഷ്യന്മാർ തമ്മിൽ വാദിക്കുകയാണ്, തമ്മിൽ തർക്കിക്കുകയാണ്. മാത്രമല്ല നിരാശയും ദുഃഖവും അവരുടെ ഉള്ളിൽ തളം കെട്ടി കിടക്കുകയാണ്. അത് യേശുവിനോട് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന ഒരു വഴിയാത്രികൻ വഴിമധ്യത്തിൽ വെച്ച് കള്ളന്മാരാൽ ആക്രമിക്കപ്പെടുകയും സ്തോത്രം ഒരു നല്ല ശമരിയാക്കാരൻ അവനെ എടുത്ത് ആ സത്രത്തിൽ കൊണ്ടുവന്നാക്കുന്ന ഒരു നല്ല ശമരിയാക്കാരൻ്റെ ഉപമ നമ്മൾക്ക് കാലിലെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് കാണുവാനിടയായി. അവിടെയും യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വഴിയാത്രകനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നോക്കണം, ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാം ചിന്ത ഞാൻ നിങ്ങളെ ക്രോഡീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണം, ദൈവത്തോട് പറ്റിയിരിക്കുന്നതാണ് അലങ്കാരവും പ്രൈസ് ദി ലോർഡ് പ്രശംസയും കീർത്തിയും. അത് ഈ പകൽക്കാലം ഒരു തിരിച്ചറിവിന് വേണ്ടി പരിശുദ്ധാത്മാവ് പറവാൻ ആഗ്രഹം. അപ്പം ദൈവത്തോട് അടുത്തിരിക്കുന്നത് അതാണ് ശ്രേഷ്ഠത. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില മേഖലയെക്കുറിച്ചാണ് ഞാൻ പറവാൻ ആഗ്രഹിച്ചത്. നോക്കണം, ബേത്ലഹേമിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് മോവാബിലേക്ക് പോയ ഒരു കുടുംബം, പ്രൈസ് ദി ലോർഡ് യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന ഒരു വഴിയാത്രികൻ, ഹല്ലേലൂയ. യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന ആ ശിഷ്യന്മാർ, അപ്പൻ്റെ ഭവനം ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഇളയ മകൻ, ഇവരെ എല്ലാം ഒന്ന് നോക്കിക്കേ. അപ്പൻ്റെ ഭവനത്തിനകത്ത് താമസിച്ചപ്പോൾ അവൻ ഭയങ്കര സന്തോഷമായിരുന്നു, ഹല്ലേലൂയ. എന്നാൽ അപ്പൻ്റെ ഭവനം വിട്ടുപോകുമ്പോൾ അവൻ അനുഭവിച്ച വേദന നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോവാബ് ദേശത്തേക്ക് പോയത് കൊണ്ട് ആ കുടുംബം അനുഭവിച്ച പ്രശ്നം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എമ്മോസിലേക്ക് പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവരുടെ ഇടയിലുണ്ടായ ആ തമ്മിലുണ്ടായ അനൈക്യം നമ്മൾ കാണുവാനിടയായി തീർന്നു. യെരൂശലേമിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആ യെരിഹോവിലേക്ക് പോകുന്ന ആ വഴിയാത്രികൻ കള്ളന്മാരാൽ പിടിക്കപ്പെടുന്നു കാണുവാനിടയായി തീർന്നു. അപ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ ഭവനം പ്രൈസ് ദി ലോർഡ് യെരൂശലേം ഒക്കെ വിട്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചോളം അവൻ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്, പ്രയാസത്തിലേക്കാണ് പോകുന്നത്, വേദനയിലേക്കാണ് പോകുന്നത്, ഭാരത്തിലേക്കാണ് പോകുന്നത്. അവൻ അതൊരു ശുഭതയായ സ്ഥലമാകുകയില്ല എന്നതാണ് കർത്താവ് നമുക്ക് ഈ പകൽക്കാലം പറയുവാനുള്ള സന്ദേശം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുക. ഒരു കച്ച അരയിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കിടക്കുന്നത് പോലെ ഹല്ലേലൂയ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന് ദൈവത്തെ സ്നേഹിച്ച് ദൈവനാം മഹിമയ്ക്ക് വേണ്ടി നാം ആകുന്നു എങ്കിൽ ഹല്ലേലൂയ നാം കള്ളന്മാരാൽ ഹല്ലേലൂയ പിടിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. തർക്കങ്ങളും വാദങ്ങളും അല്ല ദൈവത്തിൻ്റെ ഹല്ലേലൂയ മുഖം കണ്ട് സന്തോഷിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നഷ്ടബോധമല്ല പ്രൈസ് ദി ലോർഡ്, പകരം തികഞ്ഞ ആനന്ദത്തിൻ്റെ സ്ഥലമായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഒരു സാഹചര്യത്തിലും നമുക്കിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മനസ്സായിരുന്നു. അല്ല, തൻ്റെ ജനം തൻ്റെ അരയോട് പറ്റിയിരുന്ന് അലങ്കാരവും പ്രൈസ് ദി ലോർഡ് പ്രശംസയും കീർത്തിയുമാകണമെന്ന്. എന്നാൽ അവർക്കത് കഴിഞ്ഞില്ല. അങ്ങനെ നമ്മിൽ ഒരാളാകാതെ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പറ്റിയിരിക്കാം, അലങ്കാരമായി തീരാം, പ്രശംസയായി തീരാം, കീർത്തിയായി തീരാം. ആ മേഖലകളിൽ ദൈവജനത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനത്തെ ഹല്ലേലൂയ പ്രബോധിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ മനസ്സ് ഞങ്ങൾ കീർത്തിയുള്ളവരും ഞങ്ങൾ പ്രശംസയുള്ളവരും ഹല്ലേലൂയ സ്തോത്ര വിഷയവും ഞങ്ങൾ അലങ്കാരവും ഒക്കെ ആകണമെന്നാണ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ ബോധപ്പെടുത്തിയത് ഓർത്തു സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല കർത്താവേ സ്തോത്രം ഹല്ലേലൂയ, ഒരു അങ്ങേ വിട്ടുപോകുന്നവർ ആ കേടായ കച്ചയെപ്പോലെ ഒന്നിനും കൊള്ളാത്തതായി മാറും എന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. അതുകൊണ്ട് അങ്ങയോട് ചേർന്നിരുന്ന് അലങ്കാരവും ഹല്ലേലൂയ പ്രശംസയും ഹല്ലേലൂയ കീർത്തിയും ഒക്കെ ആയിത്തീരുവാൻ കർത്താവ് വചനം കേൾക്കുന്ന ജനത്തിനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യത്തിലും അങ്ങേ വിട്ടുപോകുവാനല്ല കർത്താവെ, അങ്ങയോട് പറ്റിച്ചേർന്നിരിക്കുവാൻ ദൈവം സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.